നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഒരു തരം തിളങ്ങുന്ന ഒരു ക്രിസ്റ്റൽ കണ്ടിട്ടുണ്ടോ? ചിലപ്പോ കളിപ്പാട്ടമായിട്ടോ മറ്റോ പരന്ന വശങ്ങളൊക്കെ ഉള്ളത്. അതാണ് പ്രിസം. അതിന്റെ ഒരു വലിയ കാര്യം എന്താണെന്നറിയോ? അതിലൂടെ നോക്കുമ്പോ ചിലപ്പോ നല്ല ഭംഗിയുള്ള മഴവില്ല് കാണാൻ പറ്റും. ഇന്ന് നമ്മള് ഈ പ്രിസങ്ങളെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോവാണ്. വെറുതെ മഴവില്ലുണ്ടാക്കുന്നൊരു സംഭവം മാത്രമല്ല ഇത്. നമ്മുടെ കാഴ്ചയെ ചില പ്രത്യേക രീതിയിൽ സഹായിക്കാനും ഇതിന് കഴിയും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഓപ്റ്റോമെട്രിസ്റ്റ് പോൾ ജോസഫ് അഥവാ രാകേഷ് ദി ഒപ്റ്റീഷ്യൻ അക്കാദമിയുടെ സ്ഥാപകൻ നൽകിയ ചില വിവരങ്ങളാണ്. തീർച്ചയായും ഇതൊരു പ്രൊഫഷണൽ വൈദ്യോപദേശം അല്ലാട്ടോ. ശരി, അപ്പൊ തുടങ്ങാം. ആദ്യം തന്നെ ഈ മഴവില്ലിന്റെ കാര്യം അതൊന്ന് വ്യക്തമാക്കാമോ? എങ്ങനെയാണൊരു പ്രിസം ഈ നിറങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? പറയാം. സൂര്യപ്രകാശം നമ്മൾ കാണുമ്പോൾ വെളുത്തതാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും അതിനകത്ത് മഴവില്ലിലുള്ള എല്ലാ നിറങ്ങളുമുണ്ട്. നമ്മൾ വിബ്ജിയോർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? വയലറ്റ് തൊട്ട് ചുവപ്പ് വരെയുള്ള നിറങ്ങൾ. അപ്പോ പ്രകാശം ഈ പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോഴുണ്ടല്ലോ, അതിങ്ങനെ വളയും. ഓരോ നിറവും വളയുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും. ഓ, അങ്ങനെയാണോ? അതെ, അങ്ങനെ ആ നിറങ്ങളെല്ലാം വേറെ വേറെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിസത്തിനകത്ത് ഒരു മഴവില്ലുണ്ടാവുന്നില്ല, പ്രകാശത്തിലെ നിറങ്ങളെ അത് വേർതിരിച്ച് കാണിച്ചു തരുന്നു, അത്രയുള്ളൂ. മനസ്സിലായി. അപ്പോ ഈ പ്രകാശം വളയ്ക്കുന്ന കഴിവ് ഇത് വെറുതെ ഒരു ഭംഗിക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നതല്ലേ? അല്ല, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം വരുന്നത്. നമ്മൾ ഈ ബൈനോക്കുലറിലൊക്കെ ഇത് കാണാറുണ്ട്, ചില ജനലിൽ തൂക്കിയിടുന്ന ക്രിസ്റ്റലുകളിലും കാണാം. പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം വരുന്നത് കണ്ണടകളിലാണ്. കണ്ണടകളിലോ? അതെന്തിനാ? സാധാരണ പവർ ശരിയാക്കുന്ന പോലത്തെ ലെൻസാണോ? അല്ല, അവിടെയാണ് വ്യത്യാസം. സാധാരണ നമ്മൾ കണ്ണട വയ്ക്കുന്നത് കാഴ്ചക്കുറവ്, അതായത് ഹ്രസ്വദൃഷ്ടിയോ ദീർഘദൃഷ്ടിയോ ഒക്കെ ശരിയാക്കാനാണല്ലോ. അതെ. എന്നാൽ പ്രിസം ലെൻസുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇരട്ടയായി കാണുന്ന ഒരവസ്ഥയുണ്ട്, ഡബിൾ വിഷൻ അല്ലെങ്കിൽ ഡിപ്ലോപ്പിയ എന്ന് പറയും. ആ പ്രശ്നം പരിഹരിക്കാനാണ്. ഇത് കണ്ണിന്റെ അലൈൻമെന്റ് പ്രശ്നങ്ങളെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇരട്ട കാഴ്ചയോ? ഡബിൾ വിഷൻ അതെങ്ങനെയാണ് പ്രിസം വെച്ച് ശരിയാക്കുന്നത്? ഞാൻ പറയാം. സാധാരണഗതിയിൽ നമ്മുടെ രണ്ട് കണ്ണുകളും ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തുവിന്റെ ചിത്രം രണ്ട് കണ്ണിലെയും റെറ്റിനയിൽ ഒരേ പോയിന്റിലാണ് വീഴുന്നത്. കറസ്പോണ്ടിങ് പോയിന്റ്സ് എന്ന് പറയും. അപ്പോൾ തലച്ചോറിന് ഈ രണ്ട് സിഗ്നലും ഒന്നായിട്ട് കിട്ടും. നമുക്കൊറ്റ കാഴ്ചയുണ്ടാവും. പക്ഷേ ഈ ഡിപ്ലോപ്പിയ ഉള്ളവരില് കണ്ണുകളുടെ അലൈൻമെന്റ് ശരിയല്ലാത്തതുകൊണ്ട് ഒരേ വസ്തുവിന്റെ ചിത്രം റെറ്റിനയിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും പതിയുക. ഓഹോ. അപ്പോ സ്വാഭാവികമായും തലച്ചോറിന് രണ്ട് വ്യത്യസ്ത സിഗ്നലുകൾ കിട്ടും. ഒരേ സാധനം രണ്ടായിട്ട് കാണുകയും ചെയ്യും. മനസ്സിലായി. അപ്പോൾ പ്രിസം ഇവിടെ എങ്ങനെയാ സഹായിക്കുന്നത്? പ്രിസം ലെൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു വശം കുറച്ച് കട്ടി കൂടിയതായിരിക്കും. അതിനെ നമ്മൾ ബേസ് എന്ന് പറയും. മറ്റേ വശം കട്ടി കുറഞ്ഞതും. പ്രകാശത്തിനൊരു സ്വഭാവമുണ്ട്. അതെപ്പോഴും ഈ കട്ടി കൂടിയ ഭാഗത്തേക്ക്, അതായത് ബേസിലേക്ക് വളയും. അപ്പോൾ ഡോക്ടർമാരെന്താ ചെയ്യാന്ന് വെച്ചാൽ, കണ്ണ് ഏത് ദിശയിലേക്കാണോ തെറ്റി നോക്കുന്നത് അതിനനുസരിച്ച് ഈ പ്രിസത്തിന്റെ ബേസ് എങ്ങോട്ട് വെക്കണം എന്ന് തീരുമാനിക്കും. മുകളിലേക്ക് BU, താഴേക്ക് BD, ഉള്ളിലേക്ക് BI അല്ലെങ്കിൽ പുറത്തേക്ക് BO എന്നിങ്ങനെ ക്രമീകരിച്ചു വെക്കുമ്പോൾ പ്രിസത്തിലൂടെ വരുന്ന പ്രകാശം വളഞ്ഞ് റെറ്റിനയിലെത്തേണ്ട കറക്റ്റ് പോയിന്റിൽ തന്നെ എത്തും. കൊള്ളാം. അതായത് കണ്ണ് ശരിക്കും അലൈൻഡ് അല്ലെങ്കിലും പ്രകാശം എത്തേണ്ടിടത്ത് എത്തുന്നു എന്ന് തലച്ചോറിനെ ഒരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലേ? ഒരു മാജിക് പോലെ. അതെ, വളരെ ശരിയാണ്. ആ ഒരു ഉപമ കറക്റ്റാണ്. തലച്ചോറിനെ സംബന്ധിച്ച് സിഗ്നൽ കറക്റ്റ് പോയിന്റിൽ നിന്ന് വന്നാൽ കാഴ്ച ഓക്കെയാണ്. കണ്ണ് എവിടെ നോക്കുന്നു എന്നതിനേക്കാൾ പ്രകാശം എവിടെ എത്തുന്നു എന്നതിനാണ് പ്രാധാന്യം. കൊള്ളാം. ഇത് വളരെ രസകരമായിരിക്കുന്നു. അപ്പോൾ ഈ ഡബിൾ വിഷൻ ഇത് സാധാരണയായിട്ട് എങ്ങനെയുള്ള അവസ്ഥകളിലാണ് വരുന്നത്? ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. ചിലപ്പോൾ കണ്ണിന്റെ പേശികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം. ഉദാഹരണത്തിന് കോങ്കണ്ണ്, സ്ട്രബിസ്മസ് അല്ലെങ്കിൽ മയാസ്ഥീനിയ ഗ്രാവിസ് പോലെയുള്ള പേശികളുടെ ബലക്കുറവ്. അതുപോലെ തലച്ചോറിനേൽക്കുന്ന എന്തെങ്കിലും ക്ഷതങ്ങൾ, സ്ട്രോക്ക്, ചിലപ്പോൾ മൈഗ്രെയിൻ പോലെയുള്ള നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടും വരാം. പിന്നെ പ്രമേഹം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലുള്ള അസുഖങ്ങൾ ഞരമ്പുകളെ ബാധിക്കുമ്പോഴും അല്ലെങ്കിൽ രണ്ട് കണ്ണും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ, BVD എന്നൊക്കെ പറയുന്നതിലും ഈ ഇരട്ടക്കാഴ്ച വരാം. ഈ അവസ്ഥകളിലൊക്കെ പ്രിസം ഒരു പരിഹാരമായേക്കാം. ഇതിന്റെ പവർ അല്ലെങ്കിൽ ആ ഒരു ശക്തി അളക്കുന്നതെങ്ങനെയാണ്? പ്രിസ്ക്രിപ്ഷനിൽ എന്തായിരിക്കും എഴുതുക? പ്രിസത്തിന്റെ ശക്തി അളക്കുന്ന യൂണിറ്റാണ് പ്രിസം ഡയോപ്റ്റർ.
അതായത് PD എന്ന് പറയും. പിന്നെ അതിന്റെ ദിശ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, BU, BD, BI, BO എന്ന രീതിയിൽ ബേസ് ഡയറക്ഷനായും കുറിപ്പിടിയിലുണ്ടാകും. ഇത് എപ്പോഴും കണ്ണടയിൽ സ്ഥിരമായി വെക്കുന്നൊന്നാണോ, അതോ താൽക്കാലികമായി വെക്കാൻ പറ്റുമോ? അത് ആവശ്യത്തിനനുസരിച്ച് മാറും. ചിലപ്പോൾ ലെൻസിൽ തന്നെ പെർമനന്റ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് ചേർക്കും, ഗ്രൗണ്ട് ഇൻ പ്രിസം എന്ന് പറയും. മറ്റു ചിലപ്പോൾ ചികിത്സ ഫലിക്കുന്നുണ്ടോ എന്നറിയാനും അല്ലെങ്കിൽ പവറിൽ ഇടയ്ക്കിടെ മാറ്റം വരുന്ന അവസ്ഥകളിലും ലെൻസിന്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റുന്ന തരം താൽക്കാലിക പ്രിസമുണ്ട്. ഫ്രെനൽ പ്രിസം എന്നാണ് അതിന് പറയുക. ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിക്കാം. ഏതാണ് വേണ്ടതെന്ന് ഒരു ഡോക്ടറോ ഓപ്റ്റോമെട്രിസ്റ്റോ വിശദമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം തെറ്റായ അളവോ ദിശയോ ആണെങ്കിൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും, ബുദ്ധിമുട്ടുകൾ കൂട്ടും. ശരിയാണ്. അപ്പോൾ പ്രിസം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുമൊരു ഭംഗിയുള്ള ഒരു ക്രിസ്റ്റലോ പ്രകാശത്തെ പിരിച്ച് മഴവില്ലുണ്ടാക്കുന്ന ഒരു കൗതുകം മാത്രമല്ല, മറിച്ച് ഈ ഡബിൾ വിഷൻ പോലെയുള്ള വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചാ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം കൂടിയാണ്. അതിന്റെ കഴിവ് ഉപയോഗിച്ച് കണ്ണിനെയും തലച്ചോറിനെയും ഒരുമിപ്പിച്ച് സാധാരണ കാഴ്ചയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു എന്നത് അത് അത്ഭുതകരം തന്നെയാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ പ്രകാശം വളയുന്നതിനെക്കുറിച്ചുള്ള ഈ ചെറിയ അറിവ് നമ്മൾ ചുറ്റുമുള്ള ലോകത്തെ നോക്കിക്കാണുന്ന രീതിയെ എങ്ങനെ മാറ്റിയേക്കാം? ഒരുപക്ഷെ അടുത്ത തവണ ജനലിലൂടെ വെളിച്ചം വീഴുമ്പോഴോ ഒരു മഴത്തുള്ളി കാണുമ്പോഴോ ഈ ഒരു ശാസ്ത്രീയ കൗതുകം കൂടി ഓർമ്മ വരില്ലേ?